നമസ്കാരം. കാർ ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 മോഡൽ വാഹനങ്ങൾക്ക് വില കൂടും എന്ന വാർത്തയാണ് നിലവിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത്. പല ഓൺലൈൻ മാധ്യമങ്ങളിലും എന്ന് വേണ്ട എല്ലാ ഷോറൂമുകാരും പോലും ഈ ഒരു ന്യൂസ് അവർ പ്രൊമോട്ട് ചെയ്യുന്നു. സത്യത്തിലൊരു മാർക്കറ്റിംഗ് അല്ലേ? ഇവിടെയാണ് വിലക്കുറവ്, ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നതിന് പകരം 2025 ഞങ്ങളുടെ വാഹനത്തിന് വില കൂടും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം എന്ത് ആണെങ്കിലും വാഹനം വിൽക്കണം എന്നാണ് അവരുടെ ടാർഗറ്റ്. കൃത്യമായി പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ വിൽപ്പനയിൽ ഇടിവ് വന്ന കാരണം സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള വാർത്തകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും അല്ലെങ്കിൽ എല്ലാ വർഷവും ഡിസംബർ ഫസ്റ്റ് വീക്ക് വരുന്ന സ്ഥിരം ന്യൂസാണ് അടുത്ത വർഷം മുതൽ വാഹനങ്ങൾക്ക് 3% മുതൽ 5% വരെ വില കൂടും. അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയത് മൂലമാണ് ഇങ്ങനെ വില കൂടാൻ കാരണം. സത്യമാണ്, വില കൂടാറുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം പല വാഹനങ്ങളും ഇതുപോലെ വിൽപ്പന നടത്തിയതിന് ശേഷം 2024 മോഡൽ വാഹനങ്ങൾ വന്നപ്പോഴേക്കും വില കൂടിയില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ മാരുതിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളായ AGS-ന് അവരുടെ പല വാഹനങ്ങൾക്കും 5000 മുതൽ 10000 രൂപ വരെയുള്ള വില കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്, എക്സ് ഷോറൂം പ്രൈസ്. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇയർ എൻഡിങ് ആണ്, നല്ല ഓഫർ നിലവിലുണ്ട് എങ്കിൽ ഞങ്ങൾക്കിവിടെ നല്ല ഓഫർ ഉണ്ട് എന്നല്ല പറയുന്നത്. അടുത്ത വർഷം വാഹനത്തിന് വില കൂടും, എല്ലാ സാധനത്തിനും വില കൂടും. അരിക്കും മണ്ണെണ്ണയ്ക്കും പച്ചവെള്ളത്തിന് വരെ വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വാഹനങ്ങൾക്കും വില കൂടും. പക്ഷെ ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം നടത്തി നമ്മളെ കൊണ്ട് വാഹനം മേടിപ്പിക്കാനുള്ള ഒരു പണിയാണ് ഈ കാണിക്കുന്നത്. ഒരുപക്ഷെ വാഹനത്തിന് ചിലപ്പോൾ വില കൂടുന്നതിന് പകരം ഇതേപോലെ തന്നെയായിരിക്കും പോകുന്നത്. കൂടുതൽ ഓഫറുകൾ കൂടി അവർ തരും. കാരണം എന്താണ്? വാഹനങ്ങൾ വിറ്റ് തീർക്കേണ്ട ഉത്തരവാദിത്തം പല ഷോറൂമിനുണ്ട്. മത്സരം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നു. അത് മാത്രമല്ല, പല വാഹന നിർമ്മാതാക്കളും ഒത്തിരി മോഡലുകളുണ്ട്. അപ്പൊ എന്തായാലും മോഡലുകളുടെ എണ്ണം കൂടി, ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടി, പെട്രോൾ വാഹനങ്ങളുടെ എണ്ണം കൂടി, ഹൈബ്രിഡ് സിസ്റ്റം കൂടി, പിന്നെ എന്ത് വേണ്ടി വന്നു? പ്രൊഡക്ഷനും കൂടി. അപ്പൊ ഈ വാഹനങ്ങൾ വിറ്റ് തീർക്കാൻ വേണ്ടി ഏത് രീതിയിലുള്ള മാർക്കറ്റിങ്ങും നടത്തുന്നതാണ് ഷോറൂമുകാർ. അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്നെങ്കിൽ ഇത് സത്യമായിട്ട് തന്നെ സംഭവിക്കുന്ന കാര്യമാണ്, പക്ഷെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം എന്തിനാണ്? ആൾക്കാരെ പേടിപ്പിക്കുന്ന എന്തിനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ അടുത്ത വർഷം ചെറിയൊരു ശതമാനം വില കൂടും. 2025 ഏകദേശം ഒരു ഏപ്രിൽ 1 കൂടി പുതിയ സാമ്പത്തിക വർഷം വരുമ്പോൾ അപ്പോഴും വില കൂടും. പിന്നെ ഡിസംബറൊക്കെ ആകുമ്പോൾ ഇതേപോലെ വീണ്ടും പരസ്യം വരികയും ചെയ്യും.